മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് പ്രവാചകനായി വിശ്വസിക്കുകയും അദ്ദേഹത്തിന് അല്ലാഹു ഇറക്കിയ തൗറാത്ത് വേദഗ്രന്ഥമായി അംഗീകരിക്കുകയും ചെയ്ത നല്ല മനുഷ്യന്മാരായ സ്വാലിഹീങ്ങളായ ആൾക്കാർ ബനൂ ഇസ്രായേലിൽ ജീവിച്ച് പോയിട്ടുണ്ട്. എന്നാൽ അവരിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ഉടലെടുത്തു. പ്രവാചകന്മാരോട് അങ്ങേയറ്റം ശത്രുതയും വിദ്വേഷവും പകയും വെച്ചു പുലർത്തിക്കൊണ്ടും വേദഗ്രന്ഥങ്ങളെ കൈകടത്തലുകൾ ചെയ്തുകൊണ്ടും അഹങ്കാരികളും ധിക്കാരികളുമായി അവർ മാറിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഒരു സമൂഹം ആ ബനൂ ഇസ്രായേലിൽ നിന്ന് ഉടലെടുക്കുകയുണ്ടായി. ധിക്കാരത്തിന്റെ ഫലമായി കൊണ്ട് അവരെ കോലം മറിച്ച സംഭവം പരിശുദ്ധ ഖുർആൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. കൂനൂ ഖിറദതൻ ഖാസിഈൻ, നിങ്ങള് നിന്യന്മാരായ കുരങ്ങുകളായി മാറിക്കൊള്ളൂ എന്ന് അല്ലാഹു തആല ബനൂ ഇസ്രായേലിനോട് പറഞ്ഞത് ധിക്കാരത്തിന്റെ പേരിലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനവധി അനുഗ്രഹങ്ങൾ ബനൂ ഇസ്രായേലർക്ക് കൊടുത്തിട്ടും ആ ഇസ്രായേലരായ ജനങ്ങള് ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതിന്റെ പകരമായിക്കൊണ്ട് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ഒരു സംഭവമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ആകാശത്തു നിന്ന് അല്ലാഹു തആല മണ്ണും സെൽവയും ഇറക്കിക്കൊടുത്ത വിഭാഗമാണ് ബനൂ ഇസ്രായേലരായ ആൾക്കാർ. അത് ഇറക്കി കിട്ടിയപ്പോൾ അവര് പറയുന്നു, ലൻ നസ്ബിറ അലാ തുആമിൻ വാഹിദിൻ ഫദ്ഉ ലനാ റബ്ബക യുഖ്രിജ് ലനാ മിമ്മാ തുംബിത്തുൽ അർദ് മിൻ ബഖലിഹാ വഖിസ്സാഇഹാ വഫൂമിഹാ വഅദസിഹാ വബസലിഹാ. ഞങ്ങൾക്ക് ഈ ഒരു ഭക്ഷണമൊന്നും പോരാ, മണ്ണും സെൽവയും മാത്രം പോരാ, അതിന് മാത്രം ഒതുങ്ങി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾക്ക് പയറുവർഗ്ഗങ്ങൾ വേണം, മറ്റ് പച്ചക്കറികളൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ വീണ്ടും 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 കാര്യങ്ങൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ധിക്കാരികളായിക്കൊണ്ട് ജീവിക്കുകയാണ്. ധിക്കാരത്തിന്റെ മേലങ്കിയും അഹങ്കാരത്തിന്റെ കിരീടവും അണിഞ്ഞുകൊണ്ടാണ് അവരുടെ ജീവിതം. അത്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ട് അത്തരം ബനൂ ഇസ്രായേലിനെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാ ബനീ ഇസ്രായീൽ, നിരവധി സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ 40-ലധികം സ്ഥലങ്ങളിൽ യാ ബനീ ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹമേ, യാക്കൂബിന്റെ മക്കളെ, ശുഐബിന്റെ മക്കളെ, ഉദ്കുറൂ നിഅമതി അല്ലതി അൻഅംതു അലൈക്കും, നിങ്ങൾക്ക്, നിങ്ങളുടെ ഉപ്പാക്ക്, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹത്തെ പറ്റി നിങ്ങളൊന്ന് ഓർത്തു നോക്കണമെന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങള്, അവർക്ക് അനുഭവിക്കുന്ന കാര്യങ്ങള്, അവർക്കുള്ള മുന്നറിയിപ്പുകള്, ഇങ്ങനെ 40 സ്ഥലങ്ങൾ, 40-ലധികം സ്ഥലങ്ങളില് ബനൂ ഇസ്രായേലരെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹു തആല വീണ്ടും ഞാനിത് പറയുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഇസ്രായേലിയത്ത് കടന്നു വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ബനൂ ഇസ്രായേലരോട് അല്ലാഹു തആല ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. വഇദ്നജൈനാകും മിൻ ആലി ഫിർഔന യസൂമൂനകും സൂഅൽ അദാബ്, നിങ്ങൾക്ക് ഫിർഔനിൽ നിന്ന് നിന്ദ്യമായ ശിക്ഷ, മോശമായ ശിക്ഷ നിങ്ങൾ അനുഭവിച്ചപ്പോ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. യുദബ്ബിഹൂന അബ്നാഅകും വയസ്തഹീയൂന നിസാഅകും, അല്ലാഹു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ആണോ പെണ്ണോ എന്ന് പരിശോധിച്ച്, എന്നിട്ട് നിങ്ങൾ പ്രസവിച്ചതിന്റെ ശേഷം ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളഞ്ഞ രംഗം, അങ്ങനെ ഒരു രംഗത്തെ തരണം ചെയ്ത് മുന്നോട്ട് വന്നവരാണ് നിങ്ങൾ. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയാം, വൈദ് ഫറഖനാ ബികുമുൽ ബഹറ വഅൻജൈനാകും വഅഗ്റഖനാ അല ഫിർഔൻ, ഫിർഔനിന്റെ അക്രമത്തിൽ നിന്ന് നിങ്ങളെ കടൽ കടത്തി അക്കരെ എത്തിച്ചവനാണ് ഞാൻ. ഫിർഔനെ മുക്കി നശിപ്പിച്ചല്ലോ. എന്നിട്ട്
ആ കാലിന്റെ ആ കടല് കടന്നു പോയിട്ട് ആ കാലിന്റെ നനവ് ഉണങ്ങുന്നതിന്റെ മുമ്പ് അവർ ചെയ്തൊരു ധിക്കാരമാണത്. അവര് പശുക്കുട്ടിയെ ആരാധ്യനാക്കി അവർ സ്വീകരിച്ചു, പശുക്കുട്ടിക്ക് ആരാധിച്ചു അവര്. ഇങ്ങനെ ഒരുപാട് ധിക്കാരങ്ങൾ, ഒരുപാട് അഹങ്കാരങ്ങൾ ചെയ്തു കൂട്ടിയവരായിരുന്നവര്. അകാരണമായി കൊണ്ട് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു അവര്. യഹ്യാ നബി അലൈഹിസ്സലാമിനെ കൊന്നു, ഈസാ നബി അലൈഹിസ്സലാമിനെ കൊല്ലാനുള്ള ശ്രമം നടത്തി. 340-ലധികം പ്രവാചകന്മാരെയാണ് ജൂതന്മാർ കൊന്നുകളഞ്ഞത്. നമ്മൾ മനസ്സിലാക്കണം, 340-ലധികം പ്രവാചകന്മാരെ നിഷ്കരുണം കൊല ചെയ്യപ്പെട്ട ഒരു മനസ്സുമില്ലാത്ത വിഭാഗമാണ് ജൂതന്മാരെന്ന് നമ്മൾ മനസ്സിലാക്കുക. യഹ്യാ നബി അലൈഹിസ്സലാം അവരെ കൊന്നിട്ടുണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാം അവരെ കൊന്നിട്ടുണ്ട്. ഒരവസരത്തില് തന്റെ ജനത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തോ ഒരു പ്രയാസമുള്ളൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അല്ലാഹു തആല കരുണ ചെയ്യട്ടെ. എത്രയാ സഹിച്ചത് മൂസാ നബി അലൈഹിസ്സലാം. തന്റെ ജനത അങ്ങേയറ്റ ദ്രോഹിച്ചപ്പോ എത്രയാ സഹിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, ഇങ്ങനെയെല്ലാം ധിക്കാരങ്ങളും അക്രമങ്ങളും അഹങ്കാരങ്ങളും നടത്തിയിട്ട് അവരുടെ വാദം എന്തായിരുന്നു? നഹ്നു അബ്നാഉല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ മക്കളാണ്. വഅഹിബ്ബാഉഹു, ഞങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരാണ്. ഇതായിരുന്നു ആ ജൂതന്മാരുടെ വാക്കുകൾ. നമ്മൾ ആലോചിക്കണം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ചില ഇസ്രായേലിയത്തുകളുണ്ട്. ഞങ്ങളാണ് അല്ലാഹുവായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാർ, ഞങ്ങൾ മാത്രമേ സ്വർഗത്തിലുള്ളൂ, ഞങ്ങളല്ലാത്തവരൊക്കെ നരകത്തില്. അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് വിവാഹബന്ധം നടത്തൂല, ഞങ്ങൾ അവരുമായി സലാം പറയൂല, ഞങ്ങൾ അവരോട് തുടർന്ന് നിസ്കരിക്കൂല. ഇങ്ങനെ ചില ഇസ്രായേലിയത്തുകള്, എന്നുള്ള ആ ഇസ്രായേലിയത്ത് എന്നും വെച്ച് പുലർത്തുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അപകടകരമാണത്. മാത്രമല്ല അവർ പറഞ്ഞു, ജൂതനായാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കൂ എന്നവര് വിശ്വസിച്ചു. മറ്റുള്ള ആൾക്കാരെ ഒരു മുസ്ലിം എന്നുള്ള അംഗീകാരവും കൂടി, സ്വർഗത്തിന് അവകാശികളാണെന്നുള്ള ഒരു അംഗീകാരം പോലും അവർ നൽകിയില്ല എന്നതാണ് ഖുർആൻ പറയുന്നത്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത്, ലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ, മുസ്ലിങ്ങളോട് അങ്ങേയറ്റം ശത്രുത വെച്ച് പുലർത്തുന്നവരാണ് ജൂതന്മാർ. രണ്ടാമത് അല്ലാഹു തആല പറഞ്ഞത് വല്ലദീന അശ്റകൂ, മുശ്രിക്കീങ്ങളായ ആൾക്കാരുമാണ്. ഇതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ നമ്മൾ കണ്ടതാണ്, പശ്ചിമേഷ്യയിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അങ്ങേയറ്റം വിദ്വേഷവും പകയും മുസ്ലിങ്ങളോട് വെച്ച് പുലർത്തുന്ന ഒരു രീതി. അത് ഇന്ന് തുടങ്ങിയതല്ല, ജൂതന്മാർ എന്നുണ്ടായോ അന്ന് മുതലുള്ള ഒരു സ്വഭാവ രീതിയാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നവരായിരുന്നവർ. അവരിങ്ങനെ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞ്, എന്തെങ്കിലും ആരോപണങ്ങൾ പറഞ്ഞ്, എന്തെങ്കിലും ദുരാരോപണങ്ങൾ നടത്തിയിട്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല അവരുടെ ആ യുദ്ധത്തിനുള്ള ചാൻസുകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയാണ്, കെടുത്തി കളയുകയാണ്. യുദ്ധത്തിന് കോപ്പ് കൂട്ടി ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി നടക്കുന്ന ഒരു വിഭാഗം ജൂതന്മാരെ പറ്റിയിട്ട് അല്ലാഹു തആല അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. ലോകത്ത് എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അത് ജൂത സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറയുന്നു. മാത്രമല്ല, അല്ലാഹു തആല ജൂതന്മാരെ പറ്റി പറയുന്നത്, കല്ല് പോലെ അല്ല, കല്ലിനേക്കാൾ അപ്പുറം മനസ്സ്, ഹൃദയം ഉറച്ചു പോയവരാണ് അവർ എന്ന് അല്ലാഹു തആല പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ലൈവായിട്ട് ഗസയിലൊക്കെ കണ്ടതാണ്. ചെറിയ പിഞ്ചുമക്കളെ നിഷ്കരുണം കൊന്നുകളയുന്നു, പട്ടിണിക്കിട്ട് കൊന്നുകളയുന്നു. ഇന്നും ഒരു ഭാഗത്ത്
ഇറാനുമായി കൊണ്ട് യുദ്ധം നടത്തുമ്പോൾ മറുഭാഗത്ത് ആ പാവപ്പെട്ട കുട്ടികളെ ഇന്നും ബോംബിട്ട് കൊന്നു കഴിയുന്ന ഒരു നിഷ്ഠൂരമായ സ്വഭാവം ജൂതന്മാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതവരുടെ സ്വഭാവമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്തിനേറെ ജൂതന്മാരുടെ രീതിയെ പറ്റി ഖുർആൻ മറ്റൊരു രീതി എത്രത്തോളമാണെന്നറിയോ? ജൂതന്മാർക്കൊരു സ്വഭാവമുണ്ട്. ജൂത കുടുംബത്തിൽ ജനിച്ചവൻ മാത്രമാണ് ജൂതനായി അംഗീകരിക്കൂ. ജൂതന്റെ രക്തത്തിന് മാത്രം വില കൽപ്പിക്കുന്നു. ജൂതനല്ലാത്ത ഒരാളുടെയും രക്തത്തിന് ഒരു വിലയും ജൂതൻ കൽപ്പിക്കുന്നില്ല. ചരിത്രം അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, ഇത്തരം ജീർണതകള്, ഇത്തരം ഇസ്രായേലിയത്തുകള്, ഇത്തരം ജൂത ചിന്തകള്, ജൂത ആശയങ്ങള് നമ്മളിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണം. നമ്മളിലുണ്ടാകുക അതോടെ കൂടെ തന്നെ ആരാണ് ജൂതനെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖാലഫുൽ യഹൂദ, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം, ജൂതന്മാരെ പോലെ നിങ്ങളാകരുത്. ഒരു വിഷയം